ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് കേൾക്കുന്നത് ഇഷ്ടമാണോ? എന്ന് വെച്ചാൽ അഭിനന്ദനം ചിലപ്പോൾ നമ്മൾ ചെയ്ത എന്തെങ്കിലും വലിയ കാര്യങ്ങൾക്കായിരിക്കില്ല, കഴിവുകൾക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കാറുണ്ടല്ലേ. അങ്ങനെ കഴിവുകൾക്ക് അഭിനന്ദനങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളൊന്ന് അണിഞ്ഞൊരുങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിക്കുമ്പോൾ ഒക്കെ നന്നായിരിക്കുന്നു എന്ന് പറയുന്ന നല്ല നല്ല വാക്കുകൾ, അത്തരം കോംപ്ലിമെൻറ്റ്സ് നിങ്ങളുടെ വീട്ടിൽ നിന്നും കേൾക്കാറുണ്ടോ? പലപ്പോഴും പെൺകുട്ടികളോട് ചോദിച്ചാൽ അറിയാം, അവർക്ക് അത്തരം കോംപ്ലിമെൻറ്റ്സ് കേൾക്കാറുണ്ട്. അതൊരിക്കലും വീട്ടിൽ നിന്നായിരിക്കില്ല. അത് പുറത്ത് മിക്കവാറും പരിചയമില്ലാത്ത ആളുകളിൽ നിന്നായിരിക്കും. ഈ പരിചയമില്ലാത്ത ആളുകളിലേക്ക് ഓരോരുത്തർ അടുക്കുന്നത് പോലും ചിലപ്പോൾ പറയാറുണ്ട്, പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുടെ അടുത്ത് അധികം ഇതില്ലാണ്ട് വേറൊരാളെ തേടിപ്പോയി, അല്ലെങ്കിൽ ആണുങ്ങൾ സ്വന്തം ഭാര്യയുടെ അടുത്ത് സ്നേഹം കാണിക്കാണ്ട് വേറെ പുറത്തേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ ഒരു വലിയ ഒരു ഘടകമാണ് ഈ കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒന്ന്, ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവളൊന്ന് സാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങിയൊക്കെ വരുമ്പോൾ സ്വന്തം ഭർത്താവ് എന്ത് ഭംഗിയുണ്ട് കാണാൻ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എന്നിട്ട് നിൻ്റെ ഈ ഡ്രസ്സ് സെലക്ഷൻ നന്നായിട്ടുണ്ട്, നീ നല്ല നല്ല രീതിയിലാണ് മുടി ചീരിക്കുന്നത് കാണാൻ ഭംഗിയുണ്ട്, നിൻ്റെ ചിരി കാണാൻ ഭംഗിയുണ്ട്. അങ്ങനെ നമുക്ക് ഒരു വ്യക്തിക്ക് യാതൊരുവിധ പൈസ ചെലവില്ലാണ്ട് ആളുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ചെറിയ ചെറിയ വാക്കുകളിലൂടെ സന്തോഷം കൊടുക്കാനായിട്ട് ഈ കോംപ്ലിമെൻറ്റ്സിന് സാധിക്കും അല്ലേ. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു ജാടയില്ലായ്മ, അല്ലെങ്കിൽ മറ്റൊരാളെ അഭിനന്ദിക്കാനുള്ളൊരു മനസ്സ്, അത് നമുക്ക് ഉണ്ടായാൽ മാത്രം മതി. നമ്മളിത് പറയുമ്പോൾ വിചാരിക്കും, എൻ്റെ ഭാര്യയോട് പറയാനോ, അല്ലെങ്കിൽ ഭാര്യമാർ ചോദിക്കും, എൻ്റെ ഭർത്താവിനോട് പറയാനോ, അതിന് അവരുടെ വായിൽ നിന്ന് ഇന്നേ വരെ ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല എന്ന് പറയല്ലേ. കാരണം നമ്മളെല്ലാവരും അങ്ങനെയാണ്, കൊടുക്കാൻ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ തിരിച്ചും കിട്ടണമെന്ന് വാശി പിടിക്കുന്നവരാണ് നമ്മളല്ലേ. വാശി പിടിക്കലാതെ അതൊരാഗ്രഹമാണ്, കാരണം നമ്മൾ സാധാരണ മനുഷ്യരല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ എത്ര അങ്ങനെയൊന്നും കേൾക്കുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പോലും എല്ലാ മനുഷ്യർക്കും അതൊക്കെ ഇഷ്ടമാണ്. അതിനുവേണ്ടിയാണല്ലോ എല്ലാവരും ഉടുത്തൊരുങ്ങിയൊക്കെ നടക്കുന്നത് തന്നെ. മറ്റുള്ളവർക്ക് നല്ലതാണ് എന്ന് പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ അങ്ങനെ തന്നെയാണ് ആഗ്രഹം അല്ലേ. അപ്പോൾ ഈ കോംപ്ലിമെൻറ്റ്സിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി കൊണ്ടുവരാനായിട്ട് ഈ കോംപ്ലിമെൻറ്റ്സിന് സാധിക്കും. എങ്ങനെയാണെന്നറിയോ? ഇപ്പം നമുക്ക് മനസ്സിലാവും, ഒരു ആൾക്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വരുമ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് അല്ലെങ്കിൽ വിഷമിച്ച് അധികം ചിരിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. നമുക്ക് മനസ്സിലാവും ആ വ്യക്തിക്ക് എന്തോ ഒരു വിഷമമുണ്ട്. എന്നാൽ നമുക്ക് നേരിട്ട് ചെന്ന് എന്താ പറ്റിയെന്ന് ചോദിക്കുക. ചോദിച്ചാലും അവർ ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അവർ പറഞ്ഞൊന്നും വരില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്ത് വിഷമം ഉള്ളത് കൊണ്ടാണ് അവർ ചിരിക്കാത്തതെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള വ്യക്തികളെ ചിരിപ്പിക്കാനായിട്ടൊരു മാർഗ്ഗമുണ്ട്. കോമഡി പറഞ്ഞ് മാത്രമല്ല, ആളുടെ അടുത്ത് പതുക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ ആളുടെ അടുത്ത് പതുക്കെ പറയാം, നിന്റെ ചിരി കാണാൻ എന്ത് ഭംഗിയായിരുന്നു, എന്ത് രസമായിരുന്നു നിന്റെ ചിരി കാണാനായിട്ട്, ഇപ്പം ചിരിയൊന്നും കാണാനേ ഇല്ല. ഞാൻ പലപ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഓർത്തിട്ടുണ്ട്, നിന്റെ ചിരി കാണാൻ നല്ല രസമായിരുന്നല്ലോ, നല്ല ഒരു ക്യൂട്ട് ഫേസാണ്, കുട്ടികളുടെ മാതിരിയാണ്. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്ത് പറയും, ഓ ഞാൻ ചിരിച്ച കാലമൊക്കെ മറന്നു, അതൊക്കെ പണ്ട്, ഇപ്പോൾ ഓരോ പ്രാരാബ്ദങ്ങളായില്ലേ, ബുദ്ധിമുട്ടായില്ലേ, വിഷമായില്ലേ എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചാലും അടുത്ത നിമിഷം മുതൽ അവർ അറിയാണ്ട് അവരുടെ മുഖത്തൊരു ചിരി വന്നു തുടങ്ങും. കാരണം അവരുടെ ഉള്ളിൽ തോന്നും, എൻ്റെ ചിരി കാണാൻ ഒരു ഭംഗിയുണ്ട്, ഒരു ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ വരും. അവരുടെ ഉള്ളിൽ വരുമ്പോൾ അവർക്കുള്ളിലുള്ള വിഷമം തന്നെത്താനെ അവർ മറന്നു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇല്ലാണ്ടാവുന്നില്ല ആ വിഷമം, അതവിടെ ഉണ്ട്. എങ്കിലും കുറച്ച് നേരത്തേക്കെങ്കിലും അവർക്കൊരു ചിരി നൽകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അവർ ആ ചിരി കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ചുണ്ടിൽ ഇനി പിന്നീട് എന്നും കാണും. കാരണം അവർക്കൊരു കോൺഫിഡൻസ് ആണത്, എൻ്റെ ചിരിക്കൊരു ഭംഗിയുണ്ട് എന്നുള്ളത്, അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുള്ളത് അവർക്കൊരു കോൺഫിഡൻസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വാക്കുകൊണ്ട് അതൊരിക്കലും കളിയാക്കലാവരുത് കേട്ടോ, അല്ലെങ്കിൽ ആക്കി പറയുന്നതാവരുത് കേട്ടോ. ആത്മാർത്ഥത കൊണ്ട് തന്നെ പറയുന്നതായിരിക്കണം. ആത്മാർത്ഥമായ വാക്കുകൾ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. ആത്മാർത്ഥതയില്ലാതെ കളിയാക്കി പറയുന്നതാണെങ്കിൽ അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വേണം കേട്ടോ അങ്ങനെയൊക്കെ പറയാനായിട്ട്. അതുപോലെ നമുക്ക് മറ്റൊരാളെ ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പെണ്ണിന് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാൻ യാതൊരു മടിയില്ല. എന്നാൽ സ്വന്തം ഭാര്യ ഒന്ന് ഒരുങ്ങി വന്ന് അവരോട് പറയുമോ? ഒരിക്കലും ഇല്ല. കാരണം അവൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവണ്ട, ഒന്ന് പൊങ്ങി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ പറയാനായിട്ടൊരു ജാട കാണിക്കുന്നത്. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് പെണ്ണുങ്ങൾ. പക്ഷേ സ്ത്രീകളുടെ അടുത്ത് ഒന്ന്, ഭാര്യമാരുടെ അടുത്ത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ.
നിങ്ങളുടെ സ്വന്തം ഭാര്യയല്ലേ. അപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് ഒരുങ്ങി വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ ഹെയർ സ്റ്റൈൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിൻ്റെ ചിരി, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങളുടെ ഭാര്യയോടൊന്ന് പറഞ്ഞു നോക്കൂ. അത് കള്ളത്തരം ഒന്നും വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ തോന്നുമല്ലോ, ആ തോന്നുന്ന കാര്യം നേരിട്ട് ഭാര്യയുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി ഒന്ന് പറഞ്ഞു നോക്കൂ. അവർക്ക് ഒരുപാട് അതൊരു സന്തോഷം നൽകും. നിങ്ങൾ വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും സന്തോഷമാണ് അവർ ഭംഗിയായി അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, സ്വന്തം ഭർത്താവ് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ ഭാര്യമാർക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ ഭർത്താക്കന്മാരവർക്കും തിരിച്ച് അങ്ങനെ ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ്സ് തരാറില്ലല്ലോ എന്ന്. നിങ്ങൾ ഒരു തവണ അല്ല 2 തവണ അല്ലെങ്കിൽ 3 തവണ നിങ്ങളുടെ ഭാര്യയോടൊന്ന് പറഞ്ഞു നോക്കൂ. തീർച്ചയായിട്ടും അടുത്ത സമയം മുതൽ അവർ തിരിച്ചും നിങ്ങളൊന്ന് നല്ലൊരു ഉടുപ്പിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഷേവ് ചെയ്തിട്ട് വരുമ്പോൾ പോലും നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, ഇപ്പം അടിപൊളിയായിട്ടുണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ എന്ന് പറഞ്ഞിരിക്കും. കാരണം കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തും, അത് സ്നേഹമാണെങ്കിലും കിട്ടുകയുള്ളൂ അല്ലേ. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ മനസ്സ് അതങ്ങനെ ആഗ്രഹിക്കും. നമ്മൾ നല്ലതാണ് നല്ലതാണെന്ന് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുപോലെ ഗിഫ്റ്റുകളും സർപ്രൈസുകളും ഒരുക്കി ഒരുപാട് ഇഷ്ടപ്പെടുന്ന മനസ്സുകളാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അത് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചും തന്നിരിക്കും. സ്നേഹം അവരിൽ നിന്ന് കിട്ടിയിരിക്കും. ഇതൊന്നും കിട്ടാതായി പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഈ ഒളിച്ചോട്ടങ്ങളും. ഭാര്യ ഭർത്താവിനെ മറന്നിട്ട് വേറൊരാളുടെ കൂടെ പോകുന്നു, ഭർത്താവ് ഭാര്യയെ മറന്നിട്ട് മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു. കാരണം അവർക്ക് പുറത്തു നിന്ന് ഈ അപ്രിസിയേഷൻ കിട്ടും, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടില്ല. അത് കൊടുക്കില്ല എന്നൊരു വാശിയാണ്. ആ ഒരു വാശി നമ്മൾ മാറ്റിവെച്ചാൽ, സ്നേഹിക്കാനൊരു നിമിഷം നമ്മൾ മാറ്റിവെച്ചാൽ, സ്നേഹം നമ്മുടെ ഉള്ളിൽ മാത്രം സൂക്ഷിക്കേണ്ടതല്ല, അത് കൊടുക്കേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഭാര്യേനെ, നമ്മുടെ കുടുംബത്തെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. സ്നേഹിക്കാൻ സാധിക്കണം. നമ്മുടെ സ്നേഹം നമ്മൾ പുറത്ത് കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹിക്കാൻ സാധിച്ചാൽ തിരിച്ചും നമുക്ക് സ്നേഹം കിട്ടും. നമ്മുടെ കുടുംബം എന്നും സന്തോഷത്തോടെ ഇരിക്കും. നമുക്ക് ഒരുപാട് കാശ് മുടക്കി ഒന്നും കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കുടുംബത്തിലുള്ളവരുടെ മുഖത്തൊരു ചിരി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത്തരം ചെറിയ ചെറിയ കോംപ്ലിമെൻറ്റ്സ് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക പണച്ചിലവുമില്ലാത്ത ഒരു കാര്യമാണല്ലേ. അപ്പോൾ കോംപ്ലിമെൻറ്റ്സിന് ഒരു വലിയൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് ഈ കോംപ്ലിമെൻറ്റ്സിന് സാധിക്കും. നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ.